പിന്നെ ഡൈബാക്ക് പ്രോബ്ലത്തെക്കുറിച്ച് പറയാനാണ്. റോസ് ചെടിയിൽ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഡൈബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എവിടെയാണോ ഈ പറഞ്ഞ ഉണക്ക് വരുന്നത് അതിൻ്റെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു കത്രികയാവാം അല്ലെങ്കിൽ ബ്ലേഡ് ആവാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇല്ലെങ്കിൽ അതിൻ്റെ ഇൻഫെക്ഷൻ വീണ്ടും അടുത്ത ബ്രാഞ്ചിലോട്ട് പോവുകയും അത് വീണ്ടും ആ ചെടി പട്ടു പോവുകയും ഉള്ളു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിൽ വരെ എന്തുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ എടുക്കുന്ന കത്തി എന്ത് ചെയ്യുക, ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക. ഒന്നിനും നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാം. അതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള ഡെറ്റോൾ ഉണ്ടല്ലോ, അത് ഇച്ചിരി ഒരു പഞ്ഞിയിലെടുത്തിട്ട് അത് ഈ പറഞ്ഞ ബ്ലേഡിലോ അല്ലെങ്കിൽ കത്രികയിലോ അല്ലെങ്കിൽ ഈ കത്തിയിലോ ഒക്കെ തേച്ച് കൊടുത്താലും മതിയാകും. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എടുത്തിട്ട് വെട്ടാനായിട്ട്. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, നോർമലി ചെയ്യുന്ന പോലെ എടുത്ത് വെട്ടരുത്. ചെടി പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യാതെ ഇരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് എന്താണ്, ചെടിയെ വെട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത കത്തിയോ ബ്ലേഡോ ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഉണങ്ങി വന്നിട്ടുള്ളതാണ്. നമ്മൾ അത് നേരത്തെ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണങ്ങി വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത്, അത് ചരിച്ച് കട്ട് ചെയ്യണം കേട്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇവിടെ കണ്ടല്ലോ, ഇപ്പോൾ കറക്റ്റായുള്ള ഒരു പച്ച വന്നല്ലോ. നേരത്തെ ആണെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു ദൂരം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുക, അത് ദൂരം പോയി. അപ്പോൾ ഈ രീതി വരെ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. നല്ല ചരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കട്ട് ചെയ്യണം. നല്ലതായിട്ട് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് ചരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ ഇലയൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് കളയണം. ഈ ഇലയെന്ന് പറയുന്നത് ഫുള്ള് മഞ്ഞപ്പൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഇലയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇല ഫുള്ളും കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ കൊമ്പും എന്ത് ചെയ്യുക, വെട്ടി നേരെയാക്കുക. ഇതാണ്. ഇപ്പോൾ ഈ ഇലയൊക്കെ ആണെങ്കിൽ ഒരു പൂപ്പൽ പോലൊക്കെ വന്നേക്കുവാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, വെട്ടിക്കളയുമ്പോൾ ശരിയായിക്കോളും. അടുത്ത് വരുന്നത് നല്ല ഇലയായിരിക്കും. നല്ല ഇലയായിട്ട് എന്ത് ചെയ്യുക, വെട്ടി കളയുക. ഇങ്ങനെ പ്രൂൺ ചെയ്തതിന് ശേഷം അടുത്ത് ചെയ്യേണ്ടത്, നമ്മൾ സാഫ് ഉപയോഗിക്കേണ്ടതാണ്. സാഫ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കുറച്ച് സാഫ്, ഇതാണ് നമ്മുടെ സാഫ്, SAF സാഫ്. ഇതൊരു ഫംഗിസൈഡാണ്. സാഫാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ കുറച്ച് സാഫ് എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. രണ്ട് രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ വെട്ടിയ ഭാഗത്ത് തേച്ച് കൊടുത്താൽ മതിയാകും. നമ്മളെന്ത് ചെയ്യുക, വെട്ടിയ ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. വെട്ടിയ ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇതില്ലെങ്കിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. ഡൈബാക്കിന് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന കത്തി അണുവിമുക്തമാക്കത്തില്ല. അതാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെറ്റോളോ ഉപയോഗിച്ച് നമ്മുടെ കത്തി എന്ത് ചെയ്യണം, ഒന്ന് അണുവിമുക്തമാക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കട്ട് ചെയ്തില്ലേ, കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചുവട് ഭാഗമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മണ്ണ്, ഞാനത് മണ്ണ് മാറ്റിയതാണ് കേട്ടോ, ഇളക്കിയിട്ട് മണ്ണ് മാറ്റിയിട്ടുള്ളതാണ്. കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അതിൽ പുതിയ മണ്ണ് ആഡ് ചെയ്യുക. അപ്പോൾ പുതുമണ്ണ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്,
ഇനി അടുത്ത് ആ മിക്സിലോട്ട് കുറച്ച് പുതിയ മണ്ണ് ആഡ് ചെയ്യണം. പുതിയ മണ്ണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ മണൽ കലർന്നിട്ടുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കൂടുതലും മണലാണ്, മണൽ കലർന്നിട്ടുള്ള മണ്ണ്. അതുപോലെ മുട്ടത്തോടും ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ മുട്ടത്തോട് ആഡ് ചെയ്യാം. അതുപോലെ നന്നായിട്ട് പൊടിച്ചിട്ടുള്ള മുട്ടത്തോടാണ് ഇടുന്നത്. നല്ല കാൽസ്യമാണ്. അപ്പോൾ ഈ മുട്ടത്തോട് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ചെടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് എന്ത് ചെയ്യുക, സാഫ് വെള്ളം കലക്കി ഒഴിക്കുക. അതുമല്ല എങ്കിൽ നമ്മൾ സാഫ് കുറച്ച് ഇട്ട് കൊടുക്കുക ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ? സാഫ് ആണെങ്കിൽ, സാഫ് വെള്ളമാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂണ് സാഫ് എടുത്തിട്ട് കലക്കുക. എന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഒന്നിൽ എന്ത് ചെയ്യുക, ഈ ചുവട്ടിൽ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. സാഫ് വെള്ളം എന്ത് ചെയ്യുക, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, സാഫ് ഇങ്ങനെ 2 ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഒരിക്കലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ മണ്ണിൽ ഒരുപാട് അണുക്കളുണ്ടായിരിക്കും. അത് നല്ലതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അണുക്കൾ കളയാനായിട്ട് പറ്റും. അങ്ങനെ ചെടിക്ക് ദോഷമായിട്ടുള്ള അണുക്കളൊക്കെ കളയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ത് പറഞ്ഞു, ആദ്യം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട കത്തി അല്ലെങ്കിൽ കത്രിക അല്ലെങ്കിൽ ബ്ലൈഡ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഡിസിൻഫെക്റ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ചെടി എന്ത് ചെയ്യുക, ആ ഇലയൊക്കെ കട്ട് ചെയ്ത് കൊമ്പ് എവിടെ നിന്നാണോ ഈ ഉണങ്ങി വരുന്നത് അത് കട്ട് ചെയ്ത് എന്ത് ചെയ്യുക, സാഫ് തേച്ച് കൊടുക്കുക. സാഫ് തേക്കുക എന്നതാണ് 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സാഫ് തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാഫ് ഒന്നിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ സാഫില്ല എങ്കിൽ മഞ്ഞൾപ്പൊടി ആയാലും മതിയാകും. അല്ലെങ്കിൽ കുറച്ച് സാഫ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് തേച്ച് കൊടുക്കുക. ഒന്നിനും ഇവിടെ മാത്രം തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെടി ഫുള്ളും തേക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തേച്ച് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മണ്ണ് മാറ്റുക. ഇവിടെ നിന്ന് റോസിൻ്റെ മണ്ണ് മാറ്റി അതിൽ മണൽ കലർന്നിട്ടുള്ള ഒരു മണ്ണെടുക്കുക. കുറച്ച് മുട്ടത്തോടുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് ആ പൊട്ടി മിക്സിൽ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സാഫ് കലക്കി ഒഴിക്കുക. ഇത് ചെയ്താൽ മതിയാകും. എന്നിട്ട് ഇത് വെക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.